കോഴിക്കോട് കോൺഗ്രസിൽ അച്ചടക്ക നടപടി. കെ.പി.സി.സി അംഗം കെ.വി. സുബ്രഹ്മണ്യനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം.കെ. രാഘവനെതിരെ പ്രവർത്തിച്ചതായി പരാതി ഉയർന്നിരുന്നു. തനിക്ക് എതിരായ നടപടി ഗൂഢാലോചനയെന്ന് കെ.വി. സുബ്രഹ്മണ്യൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി എം.കെ. രാഘവനെതിരെ പ്രവർത്തിച്ചതായി പരാതി ഉയർന്നതിനെ തുടർന്നാണ് കെ.പി.സി.സി അംഗം കെ.വി. സുബ്രഹ്മണ്യനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. ടി സിദ്ദിഖിന്റെ അടുപ്പക്കാരനായ ഇദ്ദേഹത്തിനെതിരെ ഉൾപ്പെടെ കെ.പി.സി.സി നേതൃയോഗത്തിൽ എം.കെ. രാഘവൻ വിമർശനം ഉയർത്തിയിരുന്നു. DCCയും സുബ്രഹ്മണ്യനെതിരെ നിലപാടെടുത്തു. കെ.പി.സി.സി പ്രസിഡന്റ് സ്വന്തം ഇഷ്ടപ്രകാരമല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും തനിക്കെതിരായ നടപടി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കെ.വി. സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇത് ഒരു ഗൂഢാലോചനയുടെ ഫലമായി ചെയ്യുന്ന ഒരു നടപടിയാണ്. കെ.പി.സി.സി പ്രസിഡന്റിൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് വരെ കേട്ടിട്ടില്ല ഒരു അറ്റാച്ച്ഡ് സെക്രട്ടറി എന്ന് വന്ന കെ.പി.സി.സി ചരിത്രത്തിലില്ല. എന്നാൽ കെ.പി.സി.സി പ്രസിഡന്റിന് ഒരു അറ്റാച്ച്ഡ് സെക്രട്ടറി ഉണ്ട്. അത് വേറെ ആരുമല്ല, അഡ്വക്കേറ്റ് ജയന്താണ്. ഇത് പ്രവീൺ കുമാറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി, ജയന്തിൻ്റെ പ്രേരണ ഫലമായി, അതിൻ്റെ വഴിയായി കെ സുധാകരൻ്റെ നടപടി എടുപ്പിച്ചുകൊണ്ട് എടുക്കുന്ന നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിലേക്ക് ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊന്നും തന്നെ അറിയിച്ചിരുന്നില്ലെന്നും സുബ്രഹ്മണ്യൻ വ്യക്തമാക്കുന്നു. ചേവായൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത ബാങ്ക് ചെയർമാനായ GC പ്രശാന്ത് കുമാറിനെ തിരിച്ചെടുക്കണമെന്ന് സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് നടക്കാതെ വന്നതോടെയാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നതായി സുബ്രഹ്മണ്യനും കൂട്ടരും തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.